Hi guys, welcome back to our YouTube channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് റോസ്മേരിയാണ്. അതായത് റോസ്മേരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലോണം ബേബി ഹെയർ വരും എന്നൊക്കെയാണ്. കാരണം പക്ഷേ എന്നിരുന്നാലും ഒരു ചില ആൾക്കാർക്ക് അതൊരു വിശ്വസനീയമല്ല. അതായത് ഈ ഒരു ആൽപ്സ് ഗുഡ്നസിൻ്റെ ആണ് ഫേമസ് ആയിട്ടുള്ളത്. ആ ബ്രാൻഡിൻ്റെ പല ബ്രാൻഡ്സും ഉണ്ട്. എന്നാലും ആൽപ്സ് ഗുഡ്നസിൻ്റെ ഈ സ്പ്രേ അടിച്ച ബേബി ഹെയർസ് പല റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കും, അതായത് നമ്മളിപ്പോൾ അപ്പുറം ഇപ്പുറം പറയില്ലേ ഇത് എങ്ങനെ റിസൾട്ട് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചില ആൾക്കാർ റിപ്ലൈ എന്ന് വെച്ചാൽ അതൊക്കെ ഒരു തട്ടിപ്പായിരിക്കും, വെട്ടിപ്പായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത്. സത്യത്തിൽ ഇത് തട്ടിപ്പല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ റോസ്മേരി ആൽപ്സ് ഗുഡ്നസിൻ്റെ അല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിന്. നിങ്ങളിപ്പോൾ വിചാരിക്കും, അതായത് റോസ്മേരി ഒക്കെ ഈ ആൾക്കാർ പറയുന്നതല്ലേ പരസ്യം റിവ്യൂ കുറേ നടിമാരെ കൊണ്ടല്ലേ ഇവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് റിവ്യൂസ് ഫീഡ്ബാക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആൽപ്സ് ഗുഡ്നസിൻ്റെ വാങ്ങിച്ചില്ല. കാരണം നമുക്ക് തന്നെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തിനാ ആൽപ്സ് ഗുഡ്നസിൻ്റെ വാങ്ങേണ്ട ആവശ്യം. അത് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യം മാത്രമേ ഞാൻ എൻ്റെ ചാനലിൽ വന്ന് പറയാറുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഈ റോസ്മേരി ഹെയർ ടോണറാണ്. അത് ടോണർ നമ്മൾ അതായത് അത് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാം റോസ്മേരിനെ കുറിച്ചിട്ട്. അതായത് റോസ്മേരി ചില നാടുകളിൽ ഈ അതായത് ഭക്ഷണത്തിലൊക്കെ ഇടുന്ന ഒരു ലീവ്സാണ്. അത് നമ്മൾ കറിവേപ്പിലെല്ലാം പോലെ ഇടുന്നതാണ്. ഇതിന് വരൾച്ചയെ അതിജീവിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ വിക്കിപീഡിയയിലും ക്രോമായാലും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ. ഇതിലകത്ത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് റോസ്മേരിൻ്റെ ഗുണങ്ങൾ. എന്ന് പറഞ്ഞാൽ നല്ലോണം ഈ വരൾച്ച ഒഴിവാക്കും എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഊഹിക്കാം. നമ്മൾ മോയിസ്ചറായിട്ട് ഇരിക്കും. അത് നമ്മുടെ ഹെയർ പൊട്ടിപ്പോവില്ല, അതായത് റീഗ്രോത്ത് ചെയ്യും. അതേപോലെ തന്നെ ഈ ഭക്ഷണത്തിനെല്ലാം ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് അതിന് അത്രയും ഗുണമുണ്ടെന്ന് അർത്ഥം. അതായത് ഭക്ഷണത്തിനായാലും ഹെയറിനായാലും നല്ലൊരു ഗുണമുള്ള ചെടിയാണ് റോസ്മേരി. മാത്രമല്ല ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂടുമെന്നാണ് പറയുന്നത്. അത് ഹെയറിൻ്റെ ഫോളിക്കിൾസിലേക്ക് നമ്മളിപ്പോൾ ഈ മസാജ് ചെയ്യുമ്പോഴാണ് ഹെയർ വളരുക എന്നെല്ലാം പറയും. അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ പറയുന്നില്ലേ, പേന് കൂടുതലുള്ള ആൾക്കാരുടെ ഇടയിലാണ് നല്ല കട്ടിയുള്ള മുടി വളരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പേന് കടിക്കുമ്പോൾ നമ്മൾ എന്തായാലും മാന്തൂലേ, ചൊറിയും. അപ്പോൾ ഈ ചൊറിയലൊരു മസാജാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ സർക്കുലേഷൻ ചെയ്യുമ്പോൾ നല്ല മസാജ് ഹെയറിന് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ റോസ്മേരി നമ്മൾ ഒന്നാമത് ഈ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ എനിക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതിന് മുന്നേ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ റോസ്മേരി ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെയർ അതായത് ബേബി ഹെയർസ് ഒരുപാട് വളർത്താൻ വേണ്ടി പറ്റും. അതായത് കാട് പോലെ ആയി മുട്ടോളം വളരുന്നൊന്നും ഞാൻ പറഞ്ഞ് തർക്കിക്കുന്നതല്ല. നമുക്ക് എൻ്റെ ആ വീഡിയോസ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. എൻ്റെ ആ ഫോട്ടോസ് വീഡിയോസെല്ലാം ഞാൻ ഇവിടെ ഇതൊക്കെ കാണിച്ചു തരാം. അതിൽ നന്നായിട്ട് എനിക്ക് ഇവിടെ ഹെയർ ഇപ്പോൾ നോക്കിക്കോളൂ, അടക്കെ ഹെയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റോസ്മേരി എന്ന് പറയുന്നത് സത്യമുള്ള ഒരു കാര്യമാണ്. ഇനി ആരും വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടെങ്കിൽ നിങ്ങൾ ഈ റോസ്മേരി ആൽപ്സ് ഗുഡ്നസിൻ്റെ വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യും. ഇത് പ്രൊമോ വീഡിയോ ഒന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ അതായത് അവർക്ക് വേണ്ടിയിട്ട് ആൽപ്സ് ഗുഡ്നസിന് വേണ്ടി ഞാൻ സംസാരിക്കുന്ന ഒന്നല്ല. ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കാരണം നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ്മേരി. എന്തായാലും മുടി ലെങ്ത്ത് വെക്കാനും ബേബി ഹെയർസ് വരാനും ധാരാളമായിട്ട് വരാനും നമുക്കിതിനെ സഹായിക്കും. നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ആമസോണും ഫ്ലിപ്കാർട്ടിലും നല്ല ബ്രാൻഡ്സ് നോക്കിയിട്ട് ഇതിൻ്റെ ലീവ്സ്, അതായത് ഡ്രൈ ലീവ്സ് വാങ്ങാൻ കിട്ടും. ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റോസ്മേരി വാട്ടർ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ വലിച്ച് നീട്ടി കൊളാക്കുന്നില്ല. കാരണം റോസ്മേരിനെ കുറിച്ച് കുറച്ച് പറയണമല്ലോ. കാരണം നിങ്ങളുടെ അറിവിലേക്ക് കുറച്ച് ഷെയർ ചെയ്താൽ മാത്രമേ നമുക്കതൊരു വിശ്വസിക്കാനുള്ള ഒരിതുണ്ടാവും. കാരണം ഞാനല്ലേ കുറച്ചായിട്ട് എന്നെ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ റോസ്മേരി നല്ലതാണോ? അപ്പോൾ നല്ലതാണ്. പക്ഷേ ചില ഭാഗത്തുള്ളവർ പറഞ്ഞു എന്തായാലും പോസിറ്റീവ് നെഗറ്റീവും പറയുമല്ലോ. അപ്പോൾ ചില പറഞ്ഞാൽ അതെല്ലാം ഉടായിപ്പാണേ, അതൊന്നും വളരില്ല. പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടിയല്ലോ. അപ്പോൾ ഉടായിപ്പല്ല, സത്യമാണ്. റോസ്മേരിയിൽ ഒരു കാര്യമുണ്ട്, റോസ്മേരി ഉപയോഗിച്ചാൽ നന്നായിട്ട് വളരും. ഞാൻ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം.
മാത്രമല്ല അത് സാധാരണ രീതിയിലല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്, പിന്നെ അതിലൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. പിന്നെന്ന് പറഞ്ഞാൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതന്നേരം എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം, വാ കമോൺ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റോസ്മാരിയുടെ ലീവ്സാണ് വേണ്ടത്. ഇത് ഓർഗാനിക് ഗ്രോസറി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇത് നല്ല ബ്രാൻഡാണെന്നൊന്നും എനിക്കറിയില്ല, കാരണം ആൽപ്സ് ഗുഡ്നസിൻ്റെ ഈ സ്പ്രേ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് ഷെയർ ചെയ്യാൻ തന്നെ കാരണം. ഇത് ഞാൻ ആകെ 2 സ്പൂണിന് പകരം 3 സ്പൂൺ ഇടുന്നുണ്ട്, കാരണം എൻ്റെ ചെറിയ സ്പൂണാണ്. 2 ടേബിൾ സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ 2 ഗ്ലാസ് വെള്ളത്തിലാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്. 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ്സാക്കി മാറ്റണം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതായത് അവിടെ ഇവിടെയൊക്കെ പറ്റിക്കിടക്കുന്നുണ്ട്, അതൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം വെക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, അതായത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും തിളപ്പിച്ചെടുക്കാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ തന്നെ എടുക്കണം. പിന്നെയെന്ന് വെച്ചാൽ കൈയൊക്കെ പൊള്ളാതെ ശ്രദ്ധിക്കണം. എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെയെന്ന് പറഞ്ഞാൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം എന്ന് പറയുന്നത്, അടച്ച് വെച്ചിട്ട് ബോയിൽ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അടച്ചു വെച്ചിട്ട് ബോയിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ റോസ്മേരി വാട്ടർ ഇവിടെ പ്രിപ്പയർ ആയിട്ട് കഴിഞ്ഞു. പിന്നെ തണുത്തതിന് ശേഷം മാത്രമേ ബോട്ടിലേക്ക് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ നല്ലൊരു ബ്രൗണിഷ് കളറാണ് കിട്ടുക. അപ്പോൾ ഈ ആൽപ്സ് ഗുഡ്നസിൻ്റെ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഹോം മെയ്ഡ് ഉണ്ടാക്കുന്നതാണ് താല്പര്യം, കാരണം ഞാൻ ഇതിന് മുന്നേ ചെയ്തിരുന്നു. പിന്നെ ആൽപ്സ് ഗുഡ്നസിൻ്റെ തന്നെ റോസ്മേരി ഓയിലാണിത്, അതായത് ഹൈ കോൺസെൻട്രേഷനുള്ള ഓയിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഒഴിക്കരുത്, ചെറിയ രീതിയിൽ മാത്രം ഒരു 3 to 2 ഡ്രോപ്സ് അങ്ങനെ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് നൈറ്റ് കുളിച്ചതിന് ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് സ്കിപ്പ് ചെയ്യാതെ, അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇൻട്രോ പറഞ്ഞിട്ട് അത് മാത്രം കണ്ടിട്ട് പോയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ട് ചില ആൾക്കാർക്ക്. അതായത് യൂട്യൂബിൽ അവർ പറയുന്നതിന് മുന്നേ, അതായത് വീഡിയോൻ്റെ പകുതി എത്തുന്നതിന് മുന്നേ പോയിട്ട് ചെയ്യും. അങ്ങനെയല്ല, നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക, എന്നിട്ട് നിങ്ങൾ പോയിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടൂ. എല്ലാവർക്കും റിസൾട്ട് കിട്ടിയാൽ അതിനൊരു അർത്ഥമില്ലല്ലോ. അതായത് നമ്മൾക്ക് അതിൻ്റെതായ രീതിയിൽ യൂസ് ചെയ്താലേ നമുക്ക് പിന്നെ റിസൾട്ട് കിട്ടും. നമ്മൾ കാരണം ആൽപ്സ് ഗുഡ്നസിനെ പോലെ അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചതുപോലെ അല്ല, അത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ നല്ലത്, കാരണം നമുക്ക് തീരുന്നതിന് നമുക്ക് ആ ലീവ്സ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ചേർത്ത റോസ്മേരിയുടെ ആ ഒരു എസെൻഷ്യൽ ഓയിൽ മസ്റ്റാണ്, അടിപൊളിയാണ്. നല്ല ചെറിയ കോൺസെൻട്രേഷനെ ചേർക്കാൻ പറ്റും. ഞാൻ 3 തുള്ളി 4 ഡ്രോപ്സ് ചേർക്കാറുള്ളൂ, കാരണം എന്ന് വെച്ചാൽ അത്രയും മതി. ആ ഒരു ഹൈ കോൺസെൻട്രേഷനുള്ള പിന്നെ ഓയിലാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു പിന്നെ വാട്ടറിൽ നല്ല അഥവാ അതിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ മുടിക്ക് പിന്നെ ദോഷമില്ലാണ്ട് ഗുണം വരില്ല. കാരണം മുടി വളരുന്ന വെച്ചിട്ട് ധാരാളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ എത്ര ഡ്രോപ്സ് ഉപയോഗിച്ചത് അത്രമാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി നല്ല റീഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഓയിൽ യൂസ് ചെയ്തത്. ഓയിൽ യൂസ് ചെയ്യുന്നില്ലേ കുഴപ്പമൊന്നുമില്ല, ലീവ്സ് ഉപയോഗിച്ചാലും നല്ല റിസൾട്ട് കിട്ടും. പക്ഷേ നമുക്ക് എക്സ്ട്രാ നല്ല വേഗത്തിൽ റിസൾട്ട് കിട്ടാനാണ് ഞാനത് ഓയിൽ യൂസ് ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത് ഞാൻ നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ബൈ.